റിനി ജോർജ്, നിങ്ങൾ ഇതിന് ഉത്തരം തന്നെ മതിയാവും. മീഡിയാസിന് മുൻപിൽ ഘോരഘോരം പോയി കുരച്ചതല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിന് ഉത്തരം തരാൻ ബാധ്യസ്ഥയാണ്. ഇത്രയും നാള് മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചത് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ജനങ്ങളാണ്. ഇപ്പോൾ മാങ്കൂട്ടം തന്നെ 24 ന്യൂസിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഇതിനുള്ള ഉത്തരം റിനി ജോർജ് എന്ന് പറയുന്ന നടി നിങ്ങൾ തന്നെ തരണം. പരിചയപ്പെട്ട് 24 മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം. ഞാൻ വെറുതെ പറയുകയല്ല, ഹാഷ്മിക്ക് പരിശോധിക്കാം. എന്താണ്? ഞാൻ തരാം, ചാറ്റ് തരാം. എനിക്കറിയുന്ന അതിനുശേഷമുള്ള റീസെൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം. ഈ റിനി പരാതി പറയുന്നതിന് തൊട്ടു മുമ്പ് മെയ് മാസം 28 ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ അപ്പോൾ തുരുതുര ഒരാൾ വിളിക്കണം. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. മെയ് 28 നൽകണം. മെയ് 28 പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാട്ടെ. അപ്പം ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം. അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മേ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19 മറ്റാണ് പറയുന്നത്. ആ ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മെയ് 28 ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അതിനു മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട്, തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ളതെന്ന് അവരെന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ. അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കോട്ട് നിങ്ങളോട് പറയുന്നു ഞാൻ 5 സ്റ്റാർ ഹോട്ടൽ റൂം എടുക്കാം, നിങ്ങൾ വരണം എന്ന ആരോപണമായിട്ട് മുന്നോട്ട് വന്ന സ്ത്രീയാണ് റിനി ജോർജ് അല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ട്, അതായത് ഇങ്ങനൊരു ചീത്ത അനുഭവം നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങൾ വീണ്ടും എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടുമായിട്ട് വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ പോയത്? അല്ല പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അമ്മയുടെ പിറന്നാളിന് രാഹുൽ മാങ്കൂട്ടം വിഷ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച എന്തിനാണ്? എന്തായാലും മാങ്കൂട്ടം ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ എന്തായാലും ഉത്തരം തരണം. കാരണം നിങ്ങൾ എന്തായാലും ഇത്രയും മീഡിയാസിന് മുൻപിൽ വന്നിട്ട് ഘോരഘോരം വന്ന ചർച്ചകളിലൊക്കെ വന്ന് പങ്കെടുത്ത് രസിച്ചതല്ലേ? എന്തായാലും റിനി ചേച്ചി അറിയുന്നതിന് സാധാരണഗതിയിൽ നമുക്കൊരു പുരുഷന്റെ കയ്യിൽ നിന്ന് ഇതുപോലത്തെ ഉള്ള ചീത്ത ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവരുമായിട്ടുള്ള യാതൊരുവിധ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി പോകില്ല. അവർക്ക് നമ്മൾ അവിടെ വെച്ച് തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. പക്ഷെ ഇവിടെ ചേച്ചി ചെയ്ത് നേരെ തിരിച്ചാണ്. എന്തായാലും ചേച്ചിയുടെ ഈ സംസ്കാരത്തിന് അഭിനന്ദനങ്ങൾ.